നിങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി പ്രോഡക്ട്സ് എപ്പോഴും വാങ്ങിക്കുന്നവരാണോ? ഫ്ലിപ്കാർട്ടിൽ വന്ന ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞോ? ഇനിയെങ്കിലും നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അനാവശ്യമായിട്ട് കാശോ. എന്ത് അപ്ഡേറ്റ് ആണ് ഫ്ലിപ്കാർട്ടിൽ വന്നതെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നവരെ നമുക്ക് ടൈം ഉണ്ട് ക്യാൻസൽ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പൊ അവരൊരു ടൈം പറയും, ആ ടൈം വരെ നമുക്ക് പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നമ്മളത് വാങ്ങിക്കണം. ഈ ഒരു അപ്ഡേറ്റ് ഫ്രണ്ട്സ് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ ആയിരിക്കും, പക്ഷെ ഇതിനും ഒരു വലിയ മുട്ടൻ പണിയാനുള്ള അപ്ഡേറ്റ് ഫ്ലിപ്കാർട്ട് കൊണ്ടുവന്നുണ്ട്. അതായത് ഇനി മുതൽ നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം. അതേ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ 20 രൂപ അവർക്ക് നമ്മൾ ക്യാൻസലേഷൻ ഫീ ആയിട്ട് കൊടുക്കണം എന്നാണ് ഫ്ലിപ്കാർട്ടിന്റെ പുതിയ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫ്രണ്ട്സ് ഒരു മുട്ടൻ പണിയായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഫ്ലിപ്കാർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അത് വാങ്ങിക്കുന്നത് കൺഫേം ആക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഐറ്റം വാങ്ങിച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓരോരോ ഐറ്റംസ് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ. കാരണം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അപ്ഡേറ്റ് വന്നത്, അവരുടെ കയ്യിൽ നിന്ന് കാശ് പോകണ്ട. ഇപ്പൊ തന്നെ ഈ ഒരു റീൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ.